അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. അർജുന്റെ മാതൃ സഹോദരി ഹേമമാലിനിയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സാനിയോ മനോമി നൽകും കൂടുതൽ വിവരങ്ങൾ. സാനിയോ മനോമി, സംഘടിതമായ ആക്രമണം നടന്ന ആളുകൾക്കെതിരെയാണോ അതോ മറ്റിടങ്ങളിലൊക്കെ മോശം പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെയാണോ? ഏതൊക്കെ രീതിയിലാണ് ഈ കേസിൽ ആർക്കൊക്കെ എതിരെയാണ് ഈ പരാതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അർജുന്റെ മാതൃ സഹോദരി ഹേമമാലിനി നൽകിയ പരാതിയിൽ കർമ്മ ന്യൂസ് അടക്കമുള്ള ഓൺലൈൻ ചാനലുകളും അതുപോലെ വ്യക്തിഗതമായി പോസ്റ്റിട്ട ആളുകളുടെ അടക്കം പേരും ഉൾപ്പെടുത്തിയാണ് പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. ആ പരാതിയിലാണ് ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 192, 336, 4, 79 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഐഡികളുടെയൊക്കെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിനും യൂട്യൂബിനും സൈബർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. കേസിന് ആസ്പദമായ സംഭവം, അതായത് സൈബർ ആക്രമണത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്മയും മാതൃ സഹോദരിയും കൂടി വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ആർമിയിൽ പ്രതീക്ഷയില്ല എന്ന തരത്തിൽ അർജുന്റെ അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തിരുത്തിക്കൊണ്ട് അവരുടെ സഹോദരി നമ്മുടെ അച്ഛനും ആർമിയിലാണ്, നമ്മുടെ മറ്റൊരു മകനും ആർമിയിലാണെന്ന കാര്യം പറയണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നതായി വീഡിയോയിലുണ്ടായിരുന്നു. പക്ഷേ ആ ശബ്ദം എഡിറ്റ് ചെയ്തുകൊണ്ട് ആർമിയെ കുറ്റം പറയൂ എന്ന തരത്തിലുള്ള വീഡിയോ ശബ്ദ സന്ദേശം ആക്കി മാറ്റിക്കൊണ്ട് അതൊരു മാധ്യമപ്രവർത്തക ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അർജുൻ്റെ അമ്മയുടെ സഹോദരിക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ടായത്. അവർ കോഴിക്കോട് പോലീസിൽ, അതായത് SPC സ്റ്റുഡൻറ് പോലീസ് വിങ്ങിലെ ASI കൂടിയാണ് മാതൃ സഹോദരിയായ ഹേമമാലിനി. അവർക്കെതിരെയാണ് വ്യാപകമായി സൈബർ ആക്രമണം നടന്നത്. ആ സംഭവത്തിലാണ് അവർ പോലീസിനെ പരാതി കൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ സൈബർ പോലീസ് അതിൽ കേസെടുത്തിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത 192, 336, 4, 79 വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ വിവരങ്ങൾ, അതായത് ഏതൊക്കെ ഐഡിയിൽ നിന്നാണ് ഇത് വന്നത് തുടങ്ങിയ വിവരങ്ങൾ സംബന്ധിച്ച് സൈബർ പോലീസ് ഇപ്പോൾ യൂട്യൂബിനും ഫേസ്ബുക്കിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മാത്രവുമല്ല, ഇവർ പരാതിയിൽ കൊടുത്തിരിക്കുന്ന ചില പേരുകളുണ്ട്. ആ പേരുകാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അവരുടെ ഉദ്ദേശമടക്കം മനസ്സിലാക്കിയതിന് ശേഷം അവർക്കെതിരായ വകുപ്പുകളിട്ട് കേസെടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ FIR ആണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. അർജുന്റെ കുടുംബത്തിനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്.